എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ എന്താണെന്നാണ് പരിശോധിക്കുന്നത്. ഹൗ ഇമ്പോർട്ടൻ്റ് വാസ് ദ മൗര്യൻ എംപയർ? മൗര്യ സാമ്രാജ്യം എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നു? When the historians began reconstructing early Indian history in the 19th century, we can see some argued that Mauryan Empire was so important and some others says that it was not so important. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ചരിത്ര രചനയുടെ പുനഃസൃഷ്ടിയുടെ നാളുകളിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിലർ പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്രാജ്യമായിരുന്നുവെന്ന്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു ഇത് അത്രത്തോളം വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്ന്. എനിവേ, let us have a look upon the first opinion. Mauryan Empire was so important. എന്തായാലും നമുക്ക് ആദ്യത്തെ അഭിപ്രായത്തിൻ്റെ കാരണങ്ങളിലേക്ക് നോക്കാം. മൗര്യ സാമ്രാജ്യം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അതാണ് ആദ്യത്തെ വിലയിരുത്തൽ. ഇറ്റ് വാസ് സോ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് എന്തൊക്കെയാണ് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ. ഇൻ ദ 19th century, India was a British colony. And when historians started to rewrite or reconstruct Indian history, the knowledge about ancient Mauryan Empire was a major landmark. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ചരിത്ര രചനയുടെ പുനഃസൃഷ്ടി ആരംഭിച്ചപ്പോൾ പണ്ട് നമുക്കൊരു മഹത്തായ മൗര്യ സാമ്രാജ്യം ഉണ്ടായിരുന്നു എന്ന അറിവ് ചരിത്രകാരന്മാരിൽ വളരെയധികം അഭിമാനമുളവാക്കുന്ന ഒന്നായിരുന്നു. കാരണം അന്ന് ഇന്ത്യ ബ്രിട്ടൻ്റെ ഒരു കോളനിയായിരുന്നു. നമുക്ക് സ്വന്തമായി പണ്ട് സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മൗര്യന്മാരിലൂടെ ഇന്ത്യൻ ചരിത്രകാരന്മാർ ബ്രിട്ടീഷുകാരെ ബോധിപ്പിക്കുവാൻ ശ്രമിക്കുകയുണ്ടായി. സെക്കൻഡ്, existence of Mauryan Empire is both challenging and exciting. പണ്ട് ഒരു മൗര്യ സാമ്രാജ്യം ഉണ്ടായിരുന്നു എന്ന അറിവ് ചരിത്രകാരന്മാരിലും ആവേശം ജനിപ്പിച്ചു. നെക്സ്റ്റ്, Mauryan stone sculptures were considered to be examples of the spectacular art typical of empires. It were considered to be examples of the spectacular art typical of empires. സാമ്രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഉജ്ജ്വല കലയുടെ ഉദാഹരണങ്ങളായി മൗര്യ സാമ്രാജ്യത്തിലെ കലാശില്പങ്ങളെ കണക്കാക്കപ്പെടുന്നു. Another importance is Indian historians found the message on Ashokan inscriptions very different from that of most other rulers. To them, Ashoka was more powerful and industrious and humble. പല ചരിത്രകാരന്മാർക്കും അശോകന്റെ ശാസനങ്ങൾ മറ്റു രാജാക്കന്മാരുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നുവെന്നും അശോക ചക്രവർത്തി വളരെ ശക്തനും ലാളിത്യമുള്ളവനാണെന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു. He was considered to be an inspiring figure by the nationalist leaders. അദ്ദേഹത്തെ ഒരു നല്ല ദേശീയ വ്യക്തിത്വമായി ദേശീയ ചരിത്രകാരന്മാർ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്തു. Then now let us see Mauryan Empire was not so important. ഇനി നമുക്ക് മറ്റൊരു വശം നോക്കാം. മൗര്യ സാമ്രാജ്യം അത്ര പ്രാധാന്യം അർഹിക്കുന്നില്ല എന്നവരുടെ വാദഗതികളും നോക്കാം. Some argued that Mauryan Empire was not so important because the first point, Mauryan Empire lasted only for 150 years. Mauryan Empire lasted only for 150 years, which is not a very long time considering an empire. 150 വർഷമേ മൗര്യൻ സാമ്രാജ്യം നിലനിന്നുള്ളൂ. ഇതൊരു സാമ്രാജ്യത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം
വളരെ ചെറിയൊരു കാലയളവാണ്. സെക്കൻഡ്, Mauryan Empire did not encompass the entire Indian subcontinent. Mauryan Empire did not encompass the entire Indian subcontinent. മൗര്യ സാമ്രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവനായും വ്യാപിച്ചിരുന്നില്ല. തേർഡ് പോയിന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ വാസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് ദ എംപയർ. ഭരണനിയന്ത്രണം സാമ്രാജ്യത്തിൽ ഏകീകൃതമായിരുന്നില്ല. ലാസ്റ്റ് പോയിന്റ്, by the 2nd century BCE, new chiefdoms and kingdoms emerged in several parts of the subcontinent. 2ാം നൂറ്റാണ്ട് BC-യോടുകൂടി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും പുതിയ രാജവാഴ്ചകളും മൂപ്പൻ വാഴ്ചകളും അല്ലെ മൂപ്പൻ വാഴ്ചകളും നിലവിൽ വരികയുണ്ടായി. ഇത് രാജ്യത്തിൻ്റെ ഏകീകൃത നിയന്ത്രണത്തിലുള്ള ശിഥിലീകരണത്തെ കാണിക്കുന്നു. സോ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കേട്ടുമുട്ടാം.